ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും പുതിയ ഓൾ ന്യൂ 4th ജെൻ സ്വിഫ്റ്റിൻ്റെ മാരുതി സ്വിഫ്റ്റിൻ്റെ വെർച്വൽ റിവ്യൂ ആണ്. വെർച്വൽ റിവ്യൂസ് വളരെ കുറവാണ് എങ്കിലും അല്ലാണ്ടാണ് എല്ലാവരും റിവ്യൂസ് എടുക്കുന്നത്. അതായിരിക്കും കൂടുതൽ നല്ലത്. പക്ഷേ ഞാനിതിൽ എൻ്റെ മാക്സിമം ചെയ്യാം. ഓക്കെ, ഏറ്റവും നന്നായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാം. അപ്പം നമുക്ക് വണ്ടീനെ പറ്റി പറയാം. ആദ്യം തന്നെ ഈ വണ്ടി ഇപ്പം 4ാമത്തെ ജനറേഷനാണ്. അതായത് ആദ്യത്തെ ജനറേഷൻ മുതൽ സ്വിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മോഡലാണ്. അപ്പം ഈ മോഡലിലും ഇതിന് മുമ്പ് വന്ന മോഡലും ഏകദേശം സെയിം ആണെന്ന് നമുക്ക് പറയാം. കാരണം ഡിസൈൻ വേസ് നിങ്ങൾ ആദ്യം തന്നെ നോക്ക്, ഒരു വ്യത്യാസവും നമുക്ക് ആദ്യം നോട്ടത്തിൽ തോന്നത്തില്ല. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ആ ലോഗോ എടുത്ത് മോളി വെച്ചു, ഗല്ല് ചെറുതായിട്ടൊന്ന് മാറ്റി, ഹെഡ്ലാമ്പ്, അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ, കാര്യമായിട്ടില്ല. ഇപ്പം വണ്ടീനെ പറ്റി അധികം ഗ്രാഹ്യമില്ലാത്ത ഒരാൾക്ക് ഇപ്പം ഈ ഒരു വണ്ടി ഒരു ദൂരെ നിന്ന് ഓടി ഇങ്ങനെ പുള്ളിയുടെ മുമ്പിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് പഴയ സ്വിഫ്റ്റാണെന്ന് തോന്നുള്ളൂ. പുതിയ സ്വിഫ്റ്റ് ആണെന്ന് അങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കണ്ട ഒരാളെ കൊണ്ടേ പറ്റുള്ളൂ. കാരണം അതിന് മാത്രമുള്ള മൈന്യൂട്ട് വ്യത്യാസങ്ങൾ മാത്രമേ പലതിലും വരുത്തിയിട്ടുള്ളൂ, പല സ്ഥലങ്ങളിലും. ബാക്കി ഒന്നിലും വ്യത്യാസമേ വരുത്തിയിട്ടില്ല. അതിതിൽ നമുക്ക് കറക്റ്റായിട്ട് വിസിബിളാണ്. ഇനി വേറൊരു കാര്യം, ഇപ്പം 2005 മുതൽ ആ പുതിയ സ്വിഫ്റ്റ് ഇറങ്ങി, അതായത് പഴയ മോഡൽ സ്വിഫ്റ്റ് ഇറങ്ങി, അന്ന് മുതൽ അത്രയും ഹൈപ്പുള്ളൊരു വണ്ടിയാണ്. അപ്പം ഇപ്പോൾ ഈ പ്രാവശ്യം ഇറക്കുമ്പോഴെങ്കിലും കുറച്ചുകൂടെ ഡിസൈൻ വേസ് വ്യത്യാസം വരുത്തി, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് കൂട്ടി നമുക്ക് ഇറക്കാമായിരുന്നു മാരുതിക്ക്. പക്ഷേ ഇത് വലിയ ഫീച്ചർ കിങ് വണ്ടിയൊന്നുമല്ല. ജസ്റ്റ് എവിടെയൊക്കെയോ ചെറിയ ഫീച്ചേഴ്സ് ഒന്നുമില്ല അധികം പറഞ്ഞാൽ. അതായത് പഴയ വണ്ടീനേക്കാളും ചെറിയ ചെറിയ സേഫ്റ്റി ഫീച്ചേഴ്സും ചെറിയ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ മാറ്റവും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ മൈന്യൂട്ടായിട്ട് വരുത്തിയിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. അതിപ്പോൾ നിങ്ങൾക്ക് ഈ റിവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. അത് തന്നെ നമുക്ക് മെല്ലെ നമ്മുടെ റിവ്യൂലോട്ട് കിടക്കാം. പിന്നെ അതിന് മുമ്പ്, റിവ്യൂലോട്ട് കിടക്കുന്നതിന് മുമ്പ്, ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഗ്രില്ല് ഏത് വണ്ടിയുടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. മാരുതിയിലെ തന്നെ ഏതൊരു വണ്ടിയായിട്ട് ചെറിയൊരു സാമ്യമുണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിൽ ആരുടെ കമൻറ്റാണ് കറക്റ്റെങ്കിൽ ഞാൻ അതിനൊരു തംസപ്പ് ഇടാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ അതിൻ്റെ ബോണറ്റ് കുറച്ച് പൊങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ബ്ലാക്ക് ലൈനില്ലേ, ആ ബ്ലാക്ക് ലൈനോട് ചേർന്ന് മുട്ടി ഉരുമിയാണ് താഴോട്ടാണ് ആ ബോണറ്റ് വരേണ്ടത്. ഇത് കുറച്ച് പൊങ്ങിയാണ് നിൽക്കുന്നത്. ആ ബ്ലാക്ക് ലൈനിന് മുമ്പിലുള്ള ഭാഗം കുറച്ച് മുകളിലോട്ട് പൊങ്ങി ഹൈറ്റിലാണ് നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ലോഗോ കാണാൻ സാധിക്കും. പിന്നെ 2 ഹെഡ് ലാംപ്സ് കാണാൻ സാധിക്കും, പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് വിത്ത് DRLs. താഴെയായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും. അതിൻ്റെ താഴോട്ട് വരുമ്പോൾ ഫോഗ് ലാമ്പ് യൂണിറ്റാണ് അവിടെ കാണുന്നത്. അതിൻ്റെ താഴെയായിട്ട് ബ്ലാക്ക് കളറിൽ ബമ്പറും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു വലിയ എന്ന് പറയത്തില്ല, ചെറിയൊരു എയർ ഡാമും കാണാൻ സാധിക്കും, അത്യാവശ്യം നീട്ടമുള്ള. പിന്നെ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ഗ്രില്ല് കാണാൻ സാധിക്കും. അതിൽ തന്നെ 2 ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്, ഹണികോം ഡിസൈനും ഇപ്പുറത്ത് വേറൊരു ഡിസൈനും. 2 ഡിസൈൻ ഇല്ല കേട്ടോ, മാറിപ്പോയതാണേ. ഇപ്പുറത്ത് നോക്കുമ്പോഴും ഹണികോം തന്നെയാണ് വരുന്നത്. ചെറുതായിട്ട് വിസിബിലിറ്റിയുടെ പ്രശ്നമില്ല. പിന്നെ സൈഡിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് അലോയ്സ് കാണാൻ സാധിക്കും. പിന്നെ അലോയ് വീൽസ് മറ്റായിട്ട് ചെറിയ വ്യത്യാസം വരുന്നുണ്ട്, അതും മെഷീൻ കട്ടാണ്. പുതിയ മോഡൽ കുറച്ചുകൂടെ രസമുണ്ട്. പിന്നെ ഇതിപ്പം നിങ്ങൾക്കറിയാലോ, ബ്ലാക്ക് ആൻഡ് റെഡ് മോഡൽ, അതായത് ഡ്യുവൽ ടോൺ കളറാണ് വരുന്നത്. അപ്പം ഡ്യുവൽ ടോണിന് മാത്രമല്ല ഈ ഒരു വീൽസ് വരുന്നത്, നോർമൽ കളേഴ്സിനും വീൽസ് വരുന്നുണ്ട്. ഈ സെയിം അലോയ് വീൽസിൽ വരുന്ന ഈ സെയിം അലോയ് ആയിരിക്കും അതിലും വരുന്നത്. പിന്നെ പഴയ ആ ഡോർ ഹാൻഡിൽ അവർ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ബാക്കിലെ ഡോർ ഹാൻഡിൽസ് നിങ്ങൾക്ക് സ്വിഫ്റ്റ് കണ്ടവർക്ക് മനസ്സിലാവും. അത് ആ സൈഡിൽ നിന്ന് കുറച്ച് എന്താ പറയുക, പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഒരു ഡോർ ഹാൻഡിലായിരുന്നു. അതായത് ആ മറ്റേ ഡോറിൻ്റെ ഏറ്റവും ടോപ്പ് വശത്തായിരുന്നു ആ ഡോർ ഹാൻഡിൽ. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. അത് നല്ല കാര്യം. കാരണം വെറൈറ്റി ഡിസൈൻ ആണെങ്കിലും അത് വേറെ ഒരാൾക്കത്, അല്ലെങ്കിൽ പ്രായമായ ആൾക്കാർക്ക് തുറക്കാൻ കുറച്ച് പണിയാണ്. അത് താഴോട്ടാക്കിയിട്ടുണ്ട്, നോർമലാക്കി. പിന്നെ ORVMസിൻ്റെ കാര്യമൊന്നും അങ്ങനെ എടുത്ത് പറയാനില്ല. അത് ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്, ഡ്യുവൽ ടോൺ ആയതുകൊണ്ട്. അതിൻ്റെ അകത്ത് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സും വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലത്തേത് ഡിസ്കും ബാക്കിലത്തേത് ഡ്രമ്മും. അത് നമുക്ക് ഇപ്പം എല്ലാ വണ്ടിക്കും അങ്ങനെ തന്നെയാണ്, അതിപ്പം വേറെ പറയാനൊന്നുമില്ല. ഇനി ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ ഷാർപ്പിൻ ആൻറ്റീനൊന്നും അല്ല വന്നിരിക്കുന്നത്, നോർമൽ ആൻറ്റീനാസ് ആണ്. താഴോട്ട് വരുവാണെങ്കിൽ ചെറിയൊരു ടൈൽ ലാമ്പ് കാണാൻ സാധിക്കും മുകളിൽ. പിന്നെ വാഷർ, വൈപ്പർ, ഡീഫോഗേഴ്സും വന്നിട്ടുണ്ട്. പിന്നെ സ്പോയിലർ ബ്ലാക്ക് കളർ ഇൻബിൽറ്റാണ് വരുന്നത്. പിന്നെ സ്വിഫ്റ്റ് എന്നുള്ളൊരു ബാഡ്ജിങ്ങും സുസുക്കി എന്നുള്ളൊരു ബാഡ്ജിങ്ങും നമുക്കവിടെ കാണാൻ സാധിക്കും.
പിന്നെ അതിന് താഴെയായിട്ട് ക്യാമറയുടെ മോഡ്യൂൾ നമുക്കവിടെ കാണാം. അതായത് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള സിസ്റ്റം ഒന്നുമല്ല, ജസ്റ്റ് ക്യാമറയാണ്. പിന്നെ അതിൻ്റെ താഴോട്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ടെയിൽ ലാമ്പുകൾ കാണാൻ സാധിക്കും. ടെയിൽ ലാമ്പുകളിൽ സ്മോക്കി ഫിനിഷ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് അതിൻ്റെ ആ ഒരു ലുക്കിൽ നമുക്ക് തോന്നിക്കുന്നതേ ഉള്ളൂ, അല്ലാണ്ട് ഫീച്ചേഴ്സിൽ അങ്ങനെ സ്മോക്കി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടൊന്നുമില്ല, സ്മോക്കി ഫിനിഷ് ഉണ്ടെന്ന് കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ LED ടെയിൽ ലാമ്പുകളാണ് വന്നിരിക്കുന്നത്. അതിന് താഴോട്ട് വരുവാണെങ്കിൽ നമുക്ക് സെൻസസ്, സ്പാർക്കിംഗ് സെൻസസ് കാണാൻ സാധിക്കും. പിന്നെ ഈ താഴെ സ്വിഫ്റ്റ് എന്ന് എഴുതിയ ആ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ആ ഒരു പോർഷനില്ലേ, അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടിയുടെ ബാക്കിലത്തെ ബമ്പറായിട്ട് അല്ലെങ്കിൽ ബാക്കിലത്തെ ആ ഒരു പോർഷനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഫ്രണ്ടിലത്തെ ഇതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ താഴെ 2 റിഫ്ലക്റ്റേഴ്സും കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഓവറോൾ നമുക്ക് പുറത്ത് എക്സ്റ്റീരിയർ പറയാനുള്ളത്. വേറൊന്നും എക്സ്റ്റീരിയറിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. സോ നമുക്കിനി ഇൻറ്റീരിയർ വിശേഷങ്ങൾ നോക്കാം. ഇനി നമുക്ക് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ നോക്കാം. സോ ഇൻറ്റീരിയറിലോട്ട് പോവുകയാണെങ്കിൽ റൂഫൊക്കെ നോർമൽ പഴയ സ്വിഫ്റ്റിൻ്റെ അതേ റൂഫ്, ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല. അതായത് ഇപ്പം സൺ റൂഫോ കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ടില്ല. ജസ്റ്റ് നോർമൽ റൂഫ്. പിന്നെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് മുകളിൽ. അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളും നടുക്കൊന്നുമല്ല, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ റിയർ വ്യൂ മിററിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. റിയർ വ്യൂ മിററും ബേസിക്കാണ്, അങ്ങനെ ഓട്ടോ മോഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിന് താഴോട്ടൊരു ഡാഷ് ബോർഡ് വളരെ സാമ്യമുള്ള ഒരു ഡാഷ് ബോർഡാണ്. അതായത് മാരുതിയുടെ ബലേനോയിലും ഫ്രോങ്സിലും കണ്ടുവരുന്ന സെയിം ഡാഷ് ബോർഡാണ് ഈ വണ്ടിയിലും വെച്ചിരിക്കുന്നത്. അതിലൊരു വ്യത്യാസം കൊണ്ടുവരായിരുന്നു, എങ്കിലും വ്യത്യാസം കൊണ്ടുവന്നിട്ടില്ല. പിന്നെ പഴയ സ്വിഫ്റ്റിനേക്കാളും ഇൻറ്റീരിയറിൽ വ്യത്യാസം വന്നു എന്നല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ എല്ലാ വണ്ടികളുടെയും ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു ടെക്നോളജിയുടെ ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുക. പക്ഷേ ഈ വണ്ടിയിൽ അങ്ങനെ ഒന്നുമില്ല. ആകെ റിവേഴ്സ് ക്യാമറ, അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എങ്കിലും അതുണ്ടല്ലോ തന്നെ വലിയ കാര്യം. പിന്നെ ഒരു വലിയ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്, ഡിസ്പ്ലേയിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡാഷ് ബോർഡിൽ ഏറ്റവും മികച്ച് നിൽക്കുന്നത് ആ ഒരു ഫ്ലോട്ടിംഗ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ആ ഒരു ഡിസ്പ്ലേ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കാണാൻ രസമുണ്ട്. നമ്മൾ കണ്ട് മടുത്താണെങ്കിലും രസമുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീൽസ്, അത് മാരുതിയുടെ തനതായ സാധനം തന്നെയാണ്. നമ്മൾ കണ്ട് മടുത്ത സാധനമാണെങ്കിലും പ്രശ്നമില്ല, കൊള്ളാം, ലുക്കുണ്ട് സാധനത്തിന് പണ്ട് മുതലേ ഇപ്പോഴും. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഡിജിറ്റലൊന്നുമല്ല, നോർമൽ അനലോഗ്. അതിൽ ഒരു വലിയ ഡിസ്പ്ലേ നടുക്ക് കൊടുത്തിട്ടുണ്ട്, വലിയതല്ല, ചെറിയ ഒരു ഡിസ്പ്ലേ നടുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോ മോഡ് അടക്കം, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC അടക്കം വരുന്ന എല്ലാ സെറ്റപ്പും ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ ഡോഡ്ജ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സ്വിച്ചുകളാണ് വന്നിരിക്കുന്നത്. പഴയതിൽ ഇങ്ങനെ അല്ലായിരുന്നു, കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗിയർ നോബുകളും കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം, വയർലെസ് ചാർജിങ് ഉണ്ട്, അത് ഇതിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഗിയർ ബോക്സിന് നേരെ ഫ്രണ്ടിലായിട്ട് അതിനുള്ള ആ ഒരു പാഡ് അവിടെയുണ്ട്. അവിടെ ഫോൺ വെച്ചാൽ വയർലെസ്ലി ചാർജ് ആയിക്കോളും. വെന്റിലേറ്റർ സീറ്റോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല, വെന്റിലേറ്റഡ് സീറ്റ്സ് ഒന്നുമില്ല. പിന്നെ ഈ അടുത്തിറങ്ങി ഗ്രാൻഡ് വിറ്റാറയായിരുന്നു കുറച്ചുകൂടെ ഫീച്ചേഴ്സ് കൂടി, കുറച്ചുകൂടെ വ്യത്യാസം വന്നുകൊണ്ടിരുന്നത്. പിന്നെയും മാരുതി അധപ്പതനത്തിലോട്ട് തന്നെ. പിന്നെ ഈ ഡോർ ഹാൻഡിൽസൊക്കെ നല്ല ക്രോം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്, അത് പ്രശ്നമില്ല, അതിൽ ലുക്കുണ്ട്. ക്രോം ഫിനിഷ് പണ്ട് പോലെ സ്വിഫ്റ്റിൽ ക്രോം ഫിനിഷാണ് വന്നുകൊണ്ടിരുന്നത്. ക്രോം ഫിനിഷ് എന്നാണ് പറയുന്നത്, വേറെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ആർക്കമൈസിൻ്റെ നല്ലൊരു സൗണ്ട് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, അത് കൊള്ളാം. ആർക്കമൈസിൻ്റെ സിസ്റ്റം തന്നെയാണ് മാരുതിയുടെ ഈ അടുത്ത ഇടയ്ക്ക് ഇറങ്ങുന്ന എല്ലാ വണ്ടികൾക്കും തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു വലിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉള്ള കാറുകൾക്ക് കേട്ടോ. പിന്നെ 6 എയർ ബാഗ് പോലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ്
കാര്യങ്ങൾ. പിന്നെ ബാക്കിൽ 2 ഹെഡ് റെസ്റ്റേ വന്നിട്ടുള്ളൂ, കാരണം അത് 2 പേർക്കുള്ള സീറ്റാണെന്ന് തോന്നുന്നു. പക്ഷേ സീറ്റ് ബെൽറ്റ് 3 പേർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിച്ചാൽ പുറത്തോട്ട് വരുന്ന ആംറെസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും ബാക്കിൽ കൊടുത്തിട്ടില്ല. പിന്നെ നല്ല സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. കണ്ടോ, സ്പേസ് ഉണ്ട്, നല്ല സ്പേസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് മുകളിൽ തല തട്ടാതിരിക്കാനുള്ള ആവശ്യത്തിനുള്ള സ്പേസൊക്കെ വരുന്നുണ്ട്. പിന്നെ ഡോർ പാഡയിലായാലും വേറൊരു ചെറിയൊരു ഫിനിഷ് വേറൊരു രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് തൊട്ടാൽ അത് മനസ്സിലാവും. ആ രീതിയിലുള്ളൊരു ഫിനിഷൊക്കെ ഡോർ പാഡയിലും കൊടുത്തിട്ടുണ്ട്. അപ്പം 4 ഡോറുകളിലും ബോട്ടിൽ ഹോൾഡേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിൽ പറയാനുള്ളത്. വലിയ കാര്യമായിട്ടൊന്നും ഇൻറ്റീരിയറിൽ അങ്ങനെ കൊടുത്തിട്ടില്ല. പുതിയത് എന്ന് പറയാനൊന്നും ഇൻറ്റീരിയറിലില്ല. അപ്പം ഇത്രയാണ് നമ്മുടെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ. ഇനി നമുക്ക് എക്സ്റ്റീരിയറിൽ പോവാം. ഇനി നമുക്ക് കളർ ഓപ്ഷൻസാണ് അറിയാനുള്ളത്. കളർ ഓപ്ഷൻസ് ആദ്യം ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, റെഡ് വിത്ത് മിഡ് നൈറ്റ് ബ്ലാക്ക് റൂഫ്. ഡ്യുവൽ ടോൺ കളേഴ്സ് 3 എണ്ണമാണ് വന്നിരിക്കുന്നത്. ഈ റെഡിൻ്റെ കൂട്ടത്തിലും പിന്നെ ബ്ലൂ വിത്ത് മിഡ് നൈറ്റ് ബ്ലാക്ക് റൂഫ്, പിന്നെ വൈറ്റിൻ്റെ കൂട്ടത്തിലും പേൾ ആർട്ടിക് വൈറ്റ് വിത്ത് മിഡ് നൈറ്റ് ബ്ലാക്ക് റൂഫ്, പിന്നെ നോർമൽ റെഡ്, ഒൺലി റെഡ് മാത്രം, വേറെ ഒന്നുമില്ല. പിന്നെ ബ്ലൂ, ഓറഞ്ച്, മാഗ്മ ഗ്രേ, സിൽവർ, പേൾ ആർട്ടിക് വൈറ്റ്. ഈ വൈറ്റ് നല്ല രസമുണ്ട്, മറ്റേ ബ്ലാക്കിൻ്റെ കൂട്ടത്തിലും എല്ലാം നല്ല രസമുണ്ട്. പക്ഷെ നമുക്ക് റിവ്യൂ ചെയ്യാൻ നോക്കിയിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നില്ല, ആകെ റെഡ് മാത്രമേ തിരിയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് റിവ്യൂ ചെയ്യാതെ റെഡ് എനിക്ക് ഭയങ്കര അങ്ങനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പിന്നെ സ്വിഫ്റ്റിൻ്റെ ആ ഒരു കളർ എന്ന് പറയുന്നത് റെഡാണ്, അതുകൊണ്ട് നമ്മൾ അതിൽ റിവ്യൂ ചെയ്തു. സോ ഇതാണ് നമ്മുടെ സ്വിഫ്റ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി വിലയൊക്കെ പറയുന്ന വേറൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വില പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ടൈം ഓവറായി പോകും, അതുകൊണ്ട് നമ്മളത് പറയുന്നില്ല. പിന്നെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ എഞ്ചിനെ പറ്റി അധികമൊന്നും ഞാൻ പറയുന്നില്ല. എഞ്ചിനെ പറ്റിയും ഞാൻ ആ വിലയുടെ വീഡിയോ തന്നെ കാര്യമായിട്ട് പറയാം. ജസ്റ്റ് ഇതൊരു കെ സീരീസ് എഞ്ചിനല്ല, അത് പഴയ സ്വിഫ്റ്റിൻ്റെ എഞ്ചിനല്ല, എഞ്ചിൻ മാറ്റിയിട്ടുണ്ട്. അതായത് ഇസഡ് സീരീസ് എഞ്ചിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതായത് കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനായിരിക്കും, സ്മൂത്തായിരിക്കും. അതുപോലെ തന്നെ സൗണ്ടും വൈബ്രേഷൻസൊക്കെ വളരെ കുറവായിരിക്കും. അതാണ് അതിൻ്റെ എഞ്ചിൻ്റെ പ്രത്യേകത. സോ അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക, ബെൽ ബട്ടൺ ഞെക്കുക. നമുക്ക് അടുത്ത വണ്ടിയുടെ റിവ്യൂസ് ഇതുപോലെ തന്നെ ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലെ ഈ വീഡിയോ കണ്ട പോലെ തന്നെ എല്ലാ വീഡിയോസും എൻ്റെ കാണുക. സോ സ്റ്റേ ട്യൂൺ.